ഒന്നാക്കാര് ബോർഡും നന്നായി നോക്കുക. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കാം. നമ്മൾ പ്രൊജക്ടൈൽ മോഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ്. ഒന്ന്, യു ആണ് ഇനീഷ്യൽ വെലോസിറ്റി, തീറ്റയാണ് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ. യു ഇനീഷ്യൽ വെലോസിറ്റി, തീറ്റ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ആണെങ്കിൽ ഹൊറിസോണ്ടൽ വെലോസിറ്റി എപ്പോഴും യു കോസ് തീറ്റ. അത് ഇനീഷ്യൽ ആണെങ്കിലും ഏത് സമയത്താണെങ്കിലും യു കോസ് തീറ്റ ഇനീഷ്യൽ വെലോസിറ്റി. വെർട്ടിക്കൽ വെലോസിറ്റി കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്യും. എങ്ങനെ ചേഞ്ച് ചെയ്യും? വി സമം യു പ്ലസ് എ ടി എന്നുള്ള യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷന്റെ ഇക്വേഷൻ പോലെ ചേഞ്ച് ചെയ്യും. വി ഇസിക്കൽ ടു യു പ്ലസ് എ ടി പോലെ. അതിൽ യു ഇനീഷ്യൽ വെർട്ടിക്കൽ കമ്പോണന്റ് യു സൈൻ തീറ്റ. ശ്രദ്ധിക്കാം, എന്റെ സ്ഥാനത്ത് മൈനസ് ജി. അപ്പൊ ഏത് സമയത്തുമുള്ള വെർട്ടിക്കൽ കമ്പോണന്റ് കാണാൻ യു സൈൻ തീറ്റ മൈനസ് ജി ടി. നന്നായി ശ്രദ്ധിക്കണം. ഏത് സമയത്തുമുള്ള വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി ഈസ് യു സൈൻ തീറ്റ മൈനസ് ജി ടി. എവിടുന്ന് കിട്ടിയതാ? വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. അതിൽ യു ഇനീഷ്യൽ വെർട്ടിക്കൽ കമ്പോണന്റ് യു സൈൻ തീറ്റ, എന്റെ സ്ഥാനത്ത് മൈനസ് ജി. അപ്പൊ ഏത് ടി സമയത്തും ഉള്ള വെർട്ടിക്കൽ കമ്പോണന്റ് യു സൈൻ തീറ്റ മൈനസ് ജി ടി. പരീക്ഷയ്ക്ക് ചോദിച്ചാൽ അങ്ങനെയാണെങ്കിൽ ഏത് സമയത്തുള്ള വെലോസിറ്റി v is equal to root of vx square plus vy square. That is equal to root of vx എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ കമ്പോണന്റ്, that is u square cos square theta. ഇവിടെ എഴുതിയ സാധനം ഏത് സമയത്തും ഹൊറിസോണ്ടൽ കമ്പോണന്റ് യു കോസ് തീറ്റ തന്നെ. പക്ഷെ വെർട്ടിക്കൽ കമ്പോണന്റ് ഈ ഇക്വേഷൻ പ്രകാരമാണ് ഉണ്ടാവുക. അപ്പോ പ്ലസ് യു സൈൻ തീറ്റ മൈനസ് ജി ടി ഹോൾ സ്ക്വയർ. ഇത് ഓർമ്മയിൽ വെച്ചോളൂ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ല, നിങ്ങൾക്ക് ഏത് സമയത്തും വേണമെങ്കിലും ഉപയോഗിക്കാം. ഏത് ടി സമയത്തുമുള്ള പ്രൊജക്ടൈലിന്റെ വെലോസിറ്റി വി സമ റൂട്ട് വി എക്സ് സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയർ. വി എക്സ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ കമ്പോണന്റ്, അത് എപ്പോഴും യു കോസ് തീറ്റ തന്നെയാണ്. വി വൈ എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ കമ്പോണന്റ് കണ്ടിന്യൂസ് ആയി ചേഞ്ച് ചെയ്യും. വി സമം യു പ്ലസ് എ ടി എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ആ യുവിന്റെ സ്ഥാനത്ത് യു സൈൻ തീറ്റ, എന്റെ സ്ഥാനത്ത് അതായത് ഇനീഷ്യൽ വെർട്ടിക്കൽ കമ്പോണന്റ്, എന്റെ സ്ഥാനത്ത് മൈനസ് ജി. അപ്പോ യു സൈൻ തീറ്റ മൈനസ് ജി ടി ആണ് ഏത് സമയത്തും ഉള്ള വെർട്ടിക്കൽ കമ്പോണന്റ്. അപ്പോ ഏത് സമയത്തുള്ള ആകെ വെലോസിറ്റി ചോദിച്ചാൽ ഹൊറിസോണ്ടൽ കമ്പോണന്റിന്റെ സ്ക്വയർ പ്ലസ് വെർട്ടിക്കൽ കമ്പോണന്റിന്റെ സ്ക്വയർ, അതിന്റെ സ്ക്വയർ റൂട്ട്. ഇതുവരെയും പറഞ്ഞു തന്നിട്ടില്ല, നിങ്ങളുടെ നോട്ട് ബുക്കിലും ഉണ്ടാവില്ല, വേണമെങ്കിൽ എഴുതി വെക്കാം. ഇനി ഹയസ്റ്റ് പോയിന്റിൽ ഏറ്റവും ഉയരത്തിലെത്തുമ്പോൾ ഹൊറിസോണ്ടൽ കമ്പോണന്റ് യു കോസ് തീറ്റ തന്നെ, പക്ഷെ വെർട്ടിക്കൽ കമ്പോണന്റ് 0 ഹയസ്റ്റ് പോയിന്റിലെ വെർട്ടിക്കൽ കമ്പോണന്റ് 0 ശ്രദ്ധിക്കുക. ഇനി മാക്സിമം ഹൈറ്റ് കാണാനുള്ള ഫോർമുല ബൈ ഹാർട്ട് പഠിച്ചേക്കുക, ഡിറൈവേഷൻ പഠിച്ചേക്കുക. യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g. അത് ഈ തീറ്റ 90 ഡിഗ്രി ആയാൽ മാക്സിമം ഹൈറ്റ് യു സ്ക്വയർ ബൈ 2g, സൈൻ സ്ക്വയർ തീറ്റ 1 ആയി പോകും. ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല മുഴുവൻ സമയം സഞ്ചരിക്കാനെടുത്ത സമയം 2u സൈൻ തീറ്റ ബൈ g. ഹൊറിസോണ്ടൽ റേഞ്ച് കാണാനുള്ള ഫോർമുല യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി. ഇതിൽ 3 എണ്ണത്തില് ഏതെങ്കിലും 1 or 2 നിങ്ങളോട് ഡിറൈവ് ചെയ്യാൻ ചോദിക്കും. അപ്പൊ ചിത്രം വരയ്ക്കാനും ഡെറിവേഷനും അറിയണം, ഫോർമുല ബൈ ഹാർട്ട് അറിയണം. അത് എപ്പോഴാണ് ഈ അതേ റേഞ്ച് കിട്ടുക? 2 ആംഗിളിന് ശ്രദ്ധിച്ചോ, തീറ്റയ്ക്കും 90 മൈനസ് തീറ്റയ്ക്കും ഒരേ റേഞ്ച്.
ഈ പോയിന്റുകൾ ഓർമ്മയിൽ വെക്കുക. ഇനി ഈ തീറ്റ ഇസ് ഈക്വൽ ടു 45 ഡിഗ്രി, ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ 45 ഡിഗ്രി ആണെങ്കിൽ റേഞ്ച് ഈസ് മാക്സിമം. സൈൻ 2 തീറ്റ 1 ആയി പോവും, ബാക്കി ഉണ്ടാവുക യു സ്ക്വയർ ബൈ ജി. അപ്പൊ മാക്സിമം റേഞ്ച് യു സ്ക്വയർ ബൈ ജി, അതിന് വേണ്ട ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ 45 ഡിഗ്രി. ഓക്കെ, അപ്പൊ രണ്ട് ആംഗിൾ അതിനുണ്ടാവില്ല, 90 മൈനസ് 45 45 തന്നെയാണ്. അപ്പൊ 45 തന്നെ വരുള്ളൂ, ഒരൊറ്റ ആംഗിൾ തന്നെ ഉള്ളൂ. അപ്പൊ റേഞ്ച് മാക്സിമം ആവാൻ ഒറ്റ ആംഗിളെ പോസിബിൾ ആവുള്ളൂ, ദാറ്റ് ഈസ് 45 ഡിഗ്രി. ഇനി ഇതിന്റെ രണ്ട് കേസുകൾ, ഇതൊക്കെ പ്രോബ്ലങ്ങൾ ചോദിക്കും. മാക്സിമം റേഞ്ച് കിട്ടാൻ എത്ര സമയം എടുക്കും? മാക്സിമം റേഞ്ച് കിട്ടാൻ വേണ്ട ആംഗിൾ 45 ഡിഗ്രി. ടൈം ഓഫ് ഫ്ലൈറ്റ് കാണാനുള്ള ഫോർമുല 2u sin തീറ്റ ബൈ ജി. അപ്പൊ 45 ഡിഗ്രി അതിൽ കൊടുത്താൽ 2u sin 45 by g. Sin 45 is 1 by root 2. So 2u into 1 by root 2 by g. ഈ റൂട്ട് 2 ഈ 2 റൂട്ട് 2 ടൈംസ് പോവും, ഉത്തരം റൂട്ട് 2u by g. ബൈഹാർട്ട് പഠിക്കുന്നു വേണ്ട, ഈ ഫോർമുലയിൽ കൊടുക്കാൻ അറിഞ്ഞാൽ മതി. അപ്പൊ മാക്സിമം റേഞ്ചിന് എടുക്കുന്ന ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ് റൂട്ട് 2u by g. അങ്ങനെ മാക്സിമം റേഞ്ച് 45 ഡിഗ്രിയിൽ കിട്ടുന്ന രൂപത്തിൽ നമ്മൾ എറിഞ്ഞാൽ എത്ര ഉയരത്തിൽ പൊന്തും ആവശ്യം വരും? മാക്സിമം റേഞ്ച് കിട്ടുന്ന സമയത്ത് എത്രയായിരിക്കും മാക്സിമം ഉയരം? ഫോർമുലയില് യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g തീറ്റയ്ക്ക് 45 ഡിഗ്രി കൊടുക്കുക. അപ്പൊ യു സ്ക്വയർ സൈൻ സ്ക്വയർ 45 by 2g എന്ന് വരും. സൈൻ 45 ഈസ് 1 by root 2. സ്ക്വയർ ചെയ്താൽ 1 by root 2ന്റെ സ്ക്വയർ 1 by 2 വരും. അപ്പൊ അടിയിൽ ഒരു 2 കൂടി ആകുമ്പോൾ 1 by 4 ആവും. ഉത്തരം യു സ്ക്വയർ ബൈ 4g എന്ന് വരും. മാക്സിമം റേഞ്ച് യാത്ര ചെയ്യുമ്പോൾ എത്തുന്ന മാക്സിമം ഹൈറ്റ് ഈ ഫോർമുല പ്രകാരം യു സ്ക്വയർ ബൈ 4g ആണ്. അതിൽ യു സ്ക്വയർ ബൈ ജി ആർ മാക്സ് ആണ്. ശ്രദ്ധിക്കാം, ഞാൻ ഏറ്റവും എളുപ്പത്തിലേക്ക് ഒരു കണക്ടിങ് ഫോർമുല എൻട്രൻസിന് യു സ്ക്വയർ ബൈ ജി ആർ മാക്സ് ആണ്. അതുകൊണ്ട് ആർ മാക്സ് ബൈ 4 ആയിരിക്കും ആ സമയത്തുള്ള മാക്സിമം ഹൈറ്റ്. ഞാൻ പറഞ്ഞു വന്നതിന്റെ ഉദ്ദേശം, പരമാവധി റേഞ്ച് കിട്ടാൻ വേണ്ടി ഒരു ജാവലിനോ പന്തോ എറിയുന്ന സമയത്ത് അത് എത്തുന്ന പരമാവധി ഉയരം ഈ പരമാവധി റേഞ്ചിന്റെ ആർ മാക്സിന്റെ 4/1 പരീക്ഷയ്ക്ക് ഇങ്ങനെ ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ബൗണ്ടറിയിൽ നിന്ന് ഒരു ക്രിക്കറ്റർ കീപ്പറിലേക്ക് പന്ത് പരമാവധി റേഞ്ച് കിട്ടാവുന്ന ആംഗിളിൽ എറിഞ്ഞു. ഇങ്ങനെ പറയുള്ളൂ, പരമാവധി റേഞ്ച് കിട്ടാവുന്ന ആംഗിളിൽ എറിഞ്ഞു. അങ്ങനെ ആ കീപ്പറിലേക്ക് എത്തിയ ദൂരം 100 മീറ്റർ ആണ്. ഏതാണ്ട് ഗ്രൗണ്ടിന്റെ ബൗണ്ടറിയിൽ നിന്ന് നമ്മളെ സെന്ററിലുള്ള കീപ്പറിലേക്ക് 100 മീറ്റർ ആണെന്ന് കരുതുക. അപ്പൊ 100 മീറ്റർ ആണ് പോയത് എന്ന് പറഞ്ഞാൽ പരമാവധി റേഞ്ച്. വാട്ട് ഈസ് ദ മാക്സിമം ഹൈറ്റ് റീച്ച്ഡ് ഡ്യൂറിങ് ഇറ്റ്സ് പാത്ത്? അതിന്റെ വഴിയിൽ അതിന് എത്രയായിരിക്കും മാക്സിമം ഹൈറ്റ് ഉണ്ടായത് എന്ന് ചോദിച്ചാൽ ഈ ഫോർമുല പ്രകാരം ആർ മാക്സ് ബൈ 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആർ മാക്സ് അവിടെ പറഞ്ഞു പരമാവധി റേഞ്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്, 45 ഡിഗ്രി എന്നും പറഞ്ഞില്ലേ, പരമാവധി റേഞ്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് എറിഞ്ഞത് എന്ന് പറഞ്ഞു. ആ ദൂരം 100 മീറ്റർ എന്നും പറഞ്ഞു. അപ്പൊ ഉടനെ തന്നെ നിങ്ങൾക്ക് എഴുതാം 100 മീറ്റർ ബൈ 4, ഉത്തരം 25 മീറ്റർ ആണ് ആ കല്ല് പരമാവധി ഉയരത്തിലേക്ക് പോയിട്ടുണ്ടാവുക. ഇത് NCERT-യിലത്തെ ക്വസ്റ്റ്യൻ ആണ്, പബ്ലിക് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. പരമാവധി റേഞ്ച് കിട്ടാൻ വേണ്ടി എറിഞ്ഞപ്പോൾ 100 മീറ്റർ പോയി എങ്കിൽ ആ പോകുന്ന വഴിക്ക് എത്ര ഉയരത്തിലേക്ക് പൊന്തിയിട്ടുണ്ടാവും? ആൻസർ ഈസ് 25 മീറ്റർ ആണ്. അതായത് ഹൈറ്റിന്റെ ഫോർമുലയിൽ 45 ഡിഗ്രി കൊടുത്താൽ യു സ്ക്വയർ ബൈ 4g എന്നാവും. അതിൽ യു സ്ക്വയർ ബൈ ജി ആണ് 100 മീറ്റർ നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നു. അതുകൊണ്ട് അതിനെ 4 കൊണ്ട് ഹരിച്ചാൽ 25 മീറ്റർ. അപ്പൊ ഇങ്ങനെ ഒരു പ്രോബ്ലം ചെയ്യാനുള്ള വിവരമുണ്ടാകും. അപ്പൊ ഞാൻ ഈ ബോർഡിന്റെ മുകളിൽ എഴുതിയ പോയിന്റ്സ് നിങ്ങളുടെ മനസ്സിൽ വെക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇത് പുതുതൊന്ന് പറഞ്ഞതാണ്, ശ്രദ്ധിക്കുക. ഏത് സമയത്തും, അതായത് ടി സമയത്ത് ഉള്ള വെലോസിറ്റി എത്രയാണ് എന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ റൂട്ട് vx² + vy² എന്നുള്ള ഫോർമുല, വേർ vx ഈസ് ആ സമയത്തുള്ള ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി, vy എന്ന് പറഞ്ഞാൽ ആ സമയത്തുള്ള വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി. ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി എപ്പോഴും തുടക്കത്തിലുള്ളത് തന്നെയാണ് ഉണ്ടാവുക, കാരണം ആക്സിലറേഷൻ ഹൊറിസോണ്ടലി 0 ആണ്. അതുകൊണ്ട് u cos θ vx-ന്റെ സ്ഥാനത്ത് കൊടുക്കും. അപ്പൊ u² cos θ അവിടെ. vy കണ്ടുപിടിക്കാൻ തുടർച്ചയായി u sin θ എന്ന് പറയുന്ന ഇനീഷ്യൽ വെർട്ടിക്കൽ കമ്പോണന്റ് ചേഞ്ച് ചെയ്യും. യൂണിഫോമായി ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് v = u + at എന്ന് പറയുന്ന വെലോസിറ്റി ടൈം റിലേഷൻ ഉപയോഗിക്കാം. അതിൽ യുവിന്റെ സ്ഥാനത്ത് u sin θ കൊടുക്കുക, എന്റെ സ്ഥാനത്ത് -g കൊടുക്കുക. അപ്പൊ u sin θ - gt ആയിരിക്കും ഏത് സമയത്തുമുള്ള വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി. അപ്പൊ അത് vy ന് പകരം u sin θ - gt കൊടുത്തു, ഹോൾ സ്ക്വയർ. അപ്പൊ ഇതാണ് യുവും തീറ്റയും ടിയും അറിഞ്ഞാൽ ഏത് സമയത്തും ആ പ്രൊജക്ടൈലിന്റെ വെലോസിറ്റി കാണാനുള്ള ഫോർമുല. ഇത് നോട്ട് ചെയ്ത് വെച്ചോളൂ, ഇത് നോട്ടിൽ ഉണ്ടാവില്ല, അത് എഴുതി. ഇനി അങ്ങനെയാണെങ്കിൽ ഏത് സമയത്തുമുള്ള പ്രൊജക്ടൈലിന്റെ
ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും? ഏത് സമയത്തുള്ള വെലോസിറ്റി ഇവിടെ കിട്ടി, ഏത് സമയത്തുള്ള ഡിസ്പ്ലേസ്മെന്റ് കാണാൻ എസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ വി ഇസ് ഈക്വൽ ടു എഴുതിയ പോലെ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഈസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. എക്സ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ്, വൈ എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ്. ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ്, ഹൊറിസോണ്ടൽ മോഷൻ യൂണിഫോം മോഷൻ ആയതുകൊണ്ട് യൂണിഫോം വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്. യൂണിഫോം വെലോസിറ്റി എപ്പോഴും ഹൊറിസോണ്ടൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്, യു കോസ് തീറ്റ ഇൻറ്റു ടി. ഓർമ്മയിൽ വയ്ക്കുക. y ഇസ് ഈക്വൽ ടു എന്താണ്? വെർട്ടിക്കൽ മോഷൻ, വെർട്ടിക്കൽ മോഷൻ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ആണ്. അതുകൊണ്ട് ഈക്വേഷൻ ഉപയോഗിക്കണം. എസ് അല്ല കേട്ടോ, ഞാൻ വെർട്ടിക്കൽ കാണാൻ വേണ്ടിയിട്ടാണ്. സോ y ഇസ് ഈക്വൽ ടു വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു യുവിന്റെ സ്ഥാനത്ത് വെർട്ടിക്കൽ കമ്പോണന്റ് യു സൈൻ തീറ്റ ഇൻറ്റു ടി, എന്റെ സ്ഥാനത്ത് മൈനസ് ജി കൊടുത്താൽ മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. ഈ സമയം യു പ്ലസ് എ ടി കൊടുത്ത പോലെ ഇത് ഉപയോഗിക്കാം. അപ്പോ ടി സമയം കൊണ്ടുണ്ടായ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ആണിത്, ടി സമയം കൊണ്ടുണ്ടായ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് ആണിത്. ഇക്വേഷൻ 1, ഇക്വേഷൻ 2. ഒരു പ്രോബ്ലത്തിന് ആവശ്യമുണ്ട്. Therefore, total displacement S equal to at any time t is equal to root of x square plus y square എന്നുള്ളതിലേക്ക് കൊടുത്താൽ എന്താണ് x square വരിക? u square cos square theta t square ആണെങ്കിൽ അത് എഴുതണ്ട. ഓക്കെ, അത് എഴുതാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ വലുതാവും. അപ്പൊ ഇത്രയും രണ്ടെണ്ണം ഓർമ്മിച്ചാൽ മതി. എക്സ് കണ്ടുപിടിക്കുക, വൈ കണ്ടുപിടിക്കുക. അതിൽ നിന്ന് റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിൽ കൊടുക്കുക. എക്സ് ഇവിടുന്ന് കിട്ടി, വൈ ഇവിടുന്ന് കിട്ടി. റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ കണ്ടാൽ യു ക്യാൻ കാൽക്കുലേറ്റ് total displacement at any time t. This is velocity at any time t. This is displacement at any time t. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും പ്രധാനപ്പെട്ടതാണ്. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചത് ഞാൻ പറഞ്ഞുതരാം. പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കാണിച്ചിട്ടുണ്ടാവും. A baseball problem ശ്രദ്ധിക്കുക. A baseball leaves a bat, ഒരു പന്ത് ബാറ്റിന്റെ മുകളിൽ നിന്ന് വിട്ടത് with an initial speed of 37 meter per second. അതിന്റെ ഇനീഷ്യൽ സ്പീഡ് തന്നു u equal to 37 meter per second. At an angle 53.1 ഡിഗ്രി. ഒരു വൃത്തികെട്ട ആംഗിൾ ആണ് തന്നത്. കാരണം എത്രയോ നല്ല വൃത്തിയുള്ള ആംഗിളുകൾ 30 ഡിഗ്രി, 60 ഡിഗ്രി, 45 ഡിഗ്രി ഒക്കെ തരായിരുന്നു. ഫസ്റ്റ് പേപ്പറിൽ 2017 ഇംപ്രൂവ്മെന്റിന് ചോദിച്ചപ്പോൾ 53.1 ഡിഗ്രി എന്ന ആംഗിൾ പറഞ്ഞു. നോക്കൂ, സ്പീഡ് കണ്ടോ? 10 സെക്കൻഡ്, 10 മീറ്റർ പെർ സെക്കൻഡ് ഒക്കെ തരായിരുന്നു, 20 ഒക്കെ തരായിരുന്നു. പക്ഷെ 37 എന്ന് പറഞ്ഞു. വായ കൊള്ളാത്ത സംഖ്യകൾ. ഫൈൻഡ് ദ പൊസിഷൻ ഓഫ് ദ ബോൾ വെൻ ടി ഈസ് ഈക്വൽ ടു 2 seconds. 2 സെക്കൻഡ് കഴിയുമ്പോൾ ആ പന്തിന്റെ പൊസിഷൻ കാണുക. ഇതാണ് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നത്. ടി ഈസ് ഈക്വൽ ടു 2 സെക്കൻഡ് കഴിഞ്ഞാൽ ആ പന്തിന്റെ പൊസിഷൻ കാണാൻ പറഞ്ഞാൽ നിങ്ങൾ ഈ ഫോർമുലയിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കുക. ഈ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് വൈയും കണ്ടുപിടിക്കുക. എന്നിട്ട് വേണമെങ്കിൽ ഇങ്ങനെ ഇട്ടാൽ മതി, എക്സ് വൈ ഇങ്ങനെ ഇട്ടാൽ മതി. പൊസിഷൻ കാണാൻ നിങ്ങൾക്ക് അറിയാലോ, 2 ഡയമെൻഷണൽ ആയിട്ടുള്ള മോഷന്റെ എക്സ് വൈ ഇങ്ങനെ ഇട്ടാൽ മതി. അതല്ല ഡിസ്പ്ലേസ്മെന്റ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞതെങ്കിൽ ഇങ്ങനെ കണ്ടുപിടിക്കാം. അപ്പൊ രണ്ടെണ്ണം ഉപയോഗിക്കാം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചത് അതിന്റെ പൊസിഷൻ കാണുക എന്നാണ് ടി സമയം കഴിഞ്ഞപ്പോൾ. അപ്പൊ ഈ ഇക്വേഷനിൽ യുന് 37, തീറ്റയ്ക്ക് 53.1, ടിക്ക് 2 സെക്കൻഡ് കൊടുത്താൽ എക്സ് കിട്ടും. എക്സ് കോർഡിനേറ്റ് കിട്ടിയ വസ്തുവിന്റെ എത്രയാണ് എക്സ് ദൂരം, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കിട്ടി, എക്സ് കോർഡിനേറ്റ് കിട്ടി. വൈ കോർഡിനേറ്റ് കിട്ടാൻ ഇവിടെ യുന് 37, തീറ്റയ്ക്ക് 53.1, ടിക്ക് 2 സെക്കൻഡ്. ഈ ഇക്വേഷനിൽ കൊടുക്കുക. കുറച്ച് നേരം കൂടുതൽ മെനക്കെടാണ്. അപ്പൊ നിങ്ങൾക്ക് വൈയും കിട്ടും. അങ്ങനെ എക്സും വൈയും ഇങ്ങനെ എഴുതി വെച്ചാൽ ആ വസ്തുവിന്റെ പൊസിഷൻ കിട്ടും. അതല്ല ഡിസ്പ്ലേസ്മെന്റ് ആണ് കാണാൻ പറഞ്ഞതെങ്കിൽ റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ കൂടി കാണണം. ഇത് പബ്ലിക് എക്സാമിനേഷന് ചോദിച്ച ചോദ്യമാണ്, ശ്രദ്ധിക്കുക. ഇതേപോലെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി ടഫ് ആവുമ്പോൾ നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുമ്പോൾ വരണം. കാരണം ഫോക്കസ് ഏരിയ ബാക്കിയൊക്കെ ഒഴിവാക്കിപ്പോയി. ഇനി ഞാൻ പറയാൻ പോകുന്നത് പരാബോളയാണെന്ന് പ്രൂവ് ചെയ്യാനാണ്. നേരത്തെ പറഞ്ഞ ഒന്നുകൂടി എഴുതുന്നു. എക്സ് സമം യു കോസ് തീറ്റ ഇൻറ്റു ടി. Therefore ടി സമം, ഇതിൽ നിന്ന് ടൈമിനെ നമുക്ക് എഴുതി വെക്കാം, എക്സ് ഡിവൈഡഡ് ബൈ യു കോസ് തീറ്റ. ടൈം കിട്ടി. ഇക്വേഷൻ 1. നേരത്തെ രണ്ടാമത്തെ ഇക്വേഷൻ y ഇസ് ഈക്വൽ ടു വെർട്ടിക്കൽ മോഷൻ യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ ആയതുകൊണ്ട് യു സൈൻ തീറ്റ ടി, അതായത് വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി കൊടുത്തു യു ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ
ഓക്കെ, ഇതിലേക്ക് ഞാൻ ഈ ടീന് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ y is equal to x by u sin theta into x by u cos theta. ടീക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എന്തിനാ ഉദ്ദേശം? വൈയും എക്സും തമ്മിലുള്ള ബന്ധം കണ്ടുപിടിക്കുക, പരാബോളയാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിൽ നിന്ന് ടീനെ ഒഴിവാക്കി, ഈക്വേഷനിൽ നിന്ന് ടീനെ ഒഴിവാക്കി പകരം എക്സിനെ കൊണ്ടുവന്നു. ടീക്ക് പകരം എക്സ് ബൈ യു കോസ് തീറ്റ ആണ് നമുക്ക് ഈ ഹൊറിസോണ്ടൽ മോഷന്റെ ഇക്വേഷൻ കിട്ടി. മൈനസ് ഹാഫ് ജി ഇൻറ്റു ടി സ്ക്വയറിന്റെ സ്ഥാനത്ത് ഇതൊക്കെ കൂടി സ്ക്വയർ ചെയ്താൽ എക്സ് സ്ക്വയർ യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. ഒന്നും ബൈഹാർട്ട് പഠിക്കാൻ പറ്റില്ല, നിങ്ങൾ ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് പോകണം. സോ വൈ ഈക്വൽ ടു യു വെട്ടിപ്പോയി സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ടാൻ തീറ്റ എക്സ് മൈനസ് ജി ബൈ ടു, ഞാനൊക്കെ ഒന്നിച്ച് വൃത്തിയിലാക്കിയത് ജി ഡിവൈഡ് ബൈ ടു യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ ഒന്നിച്ച് എഴുതി എക്സ് സ്ക്വയർ. ഇതാണ് ഇക്വേഷൻ. അതിനകത്തൊന്നും പഠിക്കണ്ട, പക്ഷെ കിട്ടാനുള്ള വഴി നിങ്ങളുടെ ബേസിൽ ഇതറിഞ്ഞ കുട്ടിക്ക് ഇതിലേക്ക് വരാം. y is equal to tan theta x minus g by 2 u square cos square theta x square, where theta is angle of projection, u is initial velocity, g is acceleration due to gravity, x is the position at any time, t x horizontal position, and this is vertical position. അയാളുടെ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റും ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള ബന്ധം ഇങ്ങനെയാണ്. ഇങ്ങനെ എവിടെയെങ്കിലും വൈയും എക്സും തമ്മിലുള്ള ബന്ധം, ഗ്രാഫ് വരയ്ക്കുമ്പോൾ വൈയും എക്സും തമ്മിലുള്ള ബന്ധം എക്സ് സ്ക്വയറിനായിട്ടാണ് ഉള്ളതെങ്കിൽ, നോക്കൂ ഈ ടേമിൽ എക്സ് സ്ക്വയർ ഉണ്ട്, വൈയും എക്സും തമ്മിലുള്ള ബന്ധത്തിൽ എക്സ് സ്ക്വയർ വന്നിട്ടുണ്ടെങ്കിൽ ആ ഗ്രാഫിന്റെ ഷേപ്പ് ഗ്രാഫ് ഈസ് പരാബോള. ഇതാണ് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നിങ്ങൾ പ്രൂവ് ചെയ്യേണ്ട വഴി. നിങ്ങളോട് പരീക്ഷയ്ക്ക് ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക ചിലപ്പോ. പ്രൂവ് ദാറ്റ് ദ ട്രജക്ടറി ഓഫ് പ്രൊജക്ടൈൽ മോഷൻ ഈസ് പരാബോള എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് എഴുതുക, വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് എഴുതുക, ടൈമിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഈ രൂപത്തിലേക്ക് എത്തിക്കുക. ബൈഹാർട്ട് പഠിക്കാതെ തന്നെ എത്തിക്കാൻ പറ്റും. എന്നിട്ട് പറയുക y ഡിപ്പെൻഡ്സ് ഓൺ എക്സ് സ്ക്വയർ. ഈ ഇക്വേഷൻ പ്രകാരം y എക്സ് സ്ക്വയറിനായിട്ട് ബന്ധം വന്നു. ഈ ഇക്വേഷൻ അതുകൊണ്ട് അത് പരാബോളയുടെ ഇക്വേഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് ദിസ് ഈസ് എ പരാബോള, ഗ്രാഫ് ഈസ് എ പരാബോള. അതാണ് നമുക്ക് ഇങ്ങനത്തെ ഷേപ്പ് കിട്ടാൻ കാരണം. ആർക്കാർക്ക് ഇവിടെ എക്സും ഇവിടെ വൈയും എടുത്ത് വൈനും എക്സിനും തമ്മിലുള്ള ബന്ധം പരാബോള കിട്ടാൻ കാരണം ഈ എക്സ് സ്ക്വയറിന്റെ റിലേഷൻ ഉള്ളത് കൊണ്ടാണ്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, നമ്മള് പൊസിഷൻ ടൈം റിലേഷൻ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനിൽ ഇക്വേഷൻ നോക്കിയാണ് എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ടി സ്ക്വയർ അല്ലെ പൊസിഷൻ ടൈം റിലേഷൻ. അങ്ങനെ വരച്ചപ്പോ നമുക്ക് ഗ്രാഫ് നമ്മൾ വരച്ചിരുന്നു. കല്ല് താഴേക്ക് വരുമ്പോഴോ കല്ല് മുകളിലേക്ക് പോകുമ്പോഴൊക്കെ ഗ്രാഫ് ഇങ്ങനെ അല്ലെ, കല്ല് താഴേക്ക് വരുമ്പോ ഇങ്ങനെ, കല്ല് മുകളിലേക്ക് പോകുമ്പോ ഗ്രാഫ് ഇങ്ങനെയായിരുന്നു, കല്ല് താഴേക്ക് വരുമ്പോ ഗ്രാഫ് ഇങ്ങനെയാണ്. ഏത് ഗ്രാഫ്? പൊസിഷൻ ടൈം ഗ്രാഫ്. അപ്പൊ എസും ടിയും തമ്മിലുള്ള ബന്ധം ടി സ്ക്വയറിനായിട്ടാണ് ബന്ധം വന്നതെങ്കിൽ ഗ്രാഫിന്റെ ഷേപ്പ് പരാബോള വന്നു. അതാണ് ഇവിടെ വന്നത്. എസും പൊസിഷനും ടൈമും തമ്മിൽ ടി സ്ക്വയറിനായിട്ട് ബന്ധം വന്നപ്പോൾ ഗ്രാഫിന്റെ ഷേപ്പ് പരാബോളയാണ്. അതാണ് ഇപ്പോഴും പറഞ്ഞുള്ളൂ. വൈയും എക്സും തമ്മിലുള്ള ബന്ധം എക്സ് സ്ക്വയർ ആയിട്ടാണെങ്കിൽ, ഇവിടെ വൈന് പകരം എസ് ആണ്, എക്സിന് പകരം ടി ആണ്. അതേപോലെ ഇവിടെ വൈയും എക്സും ആയി. അപ്പൊ വൈയും എക്സ് സ്ക്വയറും തമ്മിലാണ് ബന്ധം വന്നതെങ്കിൽ ഗ്രാഫ് ഈസ്, അതിന്റെ ഷേപ്പ് ഉണ്ടാവുക പരാബോളയാണ്. അപ്പൊ പ്രൂവ് ചെയ്യാനുള്ള വഴി ഓർമ്മിക്കുക. ഇനി ഇതേ ഫോർമുല വെച്ചിട്ട് ഒരു പ്രോബ്ലം പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു. ആ പ്രോബ്ലം അതാണിതും പബ്ലിക് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക. Question ഇതാണ്. Trajectory of a body in a projectile motion is given by trajectory of a body in projectile motion is given by projectile motion ആണെന്നൊക്കെ പറഞ്ഞു. Y is equal to x minus, ആർക്ക് മനസ്സിലാവാത്ത ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചോ, x square by 80. X and Y are in meters. X ഉം Y ഉം മീറ്റേഴ്സിലാണ്. Find the maximum height of this projectile. ഈ പ്രൊജക്ടൈലിന്റെ മാക്സിമം ഹൈറ്റ് കാണുക. ട്രജക്ടറി ഓഫ് എ ബോഡി ഇൻ എ പ്രൊജക്ടൈൽ മോഷൻ ഈസ് ഗിവൺ ബൈ y is equal to x minus x square by 80. ഈ ഇക്വേഷൻ പ്രകാരമാണ് പ്രൊജക്ടൈൽ മോഷന്റെ പരാബോള ഉണ്ടായത്. y ഉം x square തമ്മിലുള്ള ബന്ധം കണ്ടില്ലേ? അങ്ങനെയാണെങ്കിൽ ഈ പ്രൊജക്ടൈലിന്റെ മാക്സിമം ഹൈറ്റ് കാണുക.
നിങ്ങൾ ഈ ഇക്വേഷൻ ആയിട്ട് കമ്പയർ ചെയ്യുക. ഇതാണ് ഇക്വേഷൻ 1, ജനറൽ ഇക്വേഷൻ. ദിസ് ഈസ് 2. ഇതാണ് പ്രൊജക്ടൈൽ മോഷന്റെ പരാബോളയുടെ ഇക്വേഷൻ. അതിന്റെ സ്ഥാനത്താണ് ഇത് വന്നത്. അപ്പൊ ഇത് ബൈഹാർട്ട് പഠിച്ച കുട്ടിക്ക് ശരിക്കും ഈ പ്രോബ്ലം ആൻസർ ചെയ്യാൻ പറ്റും. നിങ്ങൾ ബൈഹാർട്ട് പഠിക്കേണ്ട, ഈ വഴി കൂടെ ഡെറൈവ് ചെയ്യണം. നല്ല സ്റ്റാൻഡേർഡ് പ്രോബ്ലം ആണ് നമ്മൾ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. അതൊരു ഇംപ്രൂവ്മെന്റ് പരീക്ഷയ്ക്ക്. അപ്പൊ നോക്കൂ, വൈന്റെ സ്ഥാനത്ത് വൈ ഉണ്ട്. നോക്കിക്കോ ഇക്വേഷൻ, പരാബോളയുടെ ഇക്വേഷനിൽ ഇവിടെ അതേപോലെ പരാബോളയുടെ ഇക്വേഷൻ ആണ് എക്സ് സ്ക്വയറിനായിട്ട് ബന്ധം. വൈന്റെ സ്ഥാനത്ത് വൈ ഉണ്ട്. ടാൻ തീറ്റ എക്സ് ആദ്യത്തെ ടേം, അതിന് ഇവിടെ എക്സ് ആവുന്നു. അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് എക്സ് ഉണ്ട്, പകരം ടാൻ തീറ്റയുടെ സ്ഥാനത്ത് അപ്പൊ അവിടെ ആരാണ്? ഒന്നുമില്ല, 1 ആണ് അല്ലെ. അപ്പൊ നമുക്ക് അതൊന്ന് മനസ്സിലാവണം. ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു 1. ഈ കമ്പയർ ചെയ്തപ്പോ എക്സിന്റെ കോഎഫിഷ്യന്റ് ഇവിടെ ടാൻ തീറ്റയാണ്, ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് 1 ആണ്. അതുകൊണ്ട് ടാൻ തീറ്റ ആണ് ഇവിടുത്തെ കോഎഫിഷ്യന്റ്, അത് ഇവിടെ 1 ആയതുകൊണ്ട് ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു ഉറപ്പനായിട്ട് നമുക്ക് എഴുതാം. അപ്പൊ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എന്താവും? ടാൻ തീറ്റ 1 ആണെങ്കിൽ തീറ്റ ഇസ് ഈക്വൽ ടു 45 ഡിഗ്രി നമുക്ക് കിട്ടി. അപ്പൊ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ കിട്ടി. നമ്മളോട് ചോദിച്ചത് മാക്സിമം ഹൈറ്റ് കാണാനാണ് കേട്ടോ, ഇതാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ തീറ്റ കിട്ടി. ഇനി എന്ത് കിട്ടണം? യു കൂടി കിട്ടിയാലേ എച്ച് കാണാൻ പറ്റുള്ളൂ. ഇനി ഇവിടെ നോക്കുക, എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ജനറൽ ഇക്വേഷനിൽ ജി ഡിവൈഡഡ് ബൈ 2 യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. ജി ഡിവൈഡഡ് ബൈ 2 യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് മൈനസ് ഒക്കെ അതേപോലെ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ട്. ഇവിടെ എക്സ് സ്ക്വയറിനൊപ്പം കിടക്കുന്ന ആള് കോഎഫിഷ്യന്റ് 1/80 ആണ്. ഒക്കെ 1/80 ആണ്. ഇവിടെ അതിന്റെ പകരം ഇതാണ്. അപ്പോ ഈ സാധനം സമം 1/80 കമ്പയർ ചെയ്തപ്പോ കിട്ടി. ഓക്കെ, ഇനി കോസ് സ്ക്വയർ തീറ്റയിൽ തീറ്റ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. സോ ജി ഡിവൈഡഡ് ബൈ 2 യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റയ്ക്ക് എന്താ കൊടുക്കുക? കോസ് സ്ക്വയർ 45 ഈക്വൽ ടു 1/80 എന്ന് എഴുതാം. വാട്ട് ഈസ് കോസ് സ്ക്വയർ 45? Cos 45 is 1/√2. Cos 45 is 1/√2. So cos square 45 is g divided by 2 into u square into 1/2 nu. 1/√2 whole square is 1/2 equal to 1/80. ശ്രദ്ധിക്കുക, 2 വെട്ടിപ്പോയി. So g by u square is equal to g by u square equal to 1/80 now. ഒക്കെ സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ തെറ്റും. So u square by g, u square by g is equal to 80 എന്ന് കിട്ടി. ഓക്കെ, u square by g is equal to 80. g by u square is equal to 1/80 ആണെങ്കിൽ തിരിച്ചിട്ടു u square by g is equal to 80. നമ്മൾ ഇതിന്ന് u ഒന്നും കണ്ടുപിടിക്കാൻ പോണ്ട, നമുക്കറിയാവുന്ന കാര്യം ഞാൻ ഇവിടെ എഴുതാണ്. h is equal to u square sin square theta by 2g ആണ്. നമ്മളോട് ചോദിച്ച മാക്സിമം ഹൈറ്റ് എത്രയാണ്? h is equal to u square sin square theta by 2g. അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. That's equal to u square by g കിട്ടി. എത്രയാ? u square by g 80 ആണ്. ഇതിൽ u square by g ഉണ്ടല്ലോ, അതിന് പകരം 80 എന്ന് എഴുതാം. Into sin square 45. Sin square 45 is 1/2. Sin 45 is 1/√2. But sin square 45 1/√2 whole square, that is 1/2. നിങ്ങൾ ഒപ്പം എഴുതി വരണം. Divided by ഇനി ഒരു 2 ബാക്കി കൊടുത്തു. ഞാൻ ഈ u square by g ക്ക് 80 എന്ന് കൊടുത്തു. Sin 45 1/√2 ആണ്. അപ്പൊ സൈൻ സ്ക്വയർ 45 1/2 ആയി. ഇനി ഓൾറെഡി അവിടെ 2 കൂടി ഉണ്ട്, അതുകൊണ്ട് ഇവിടെ എഴുതി. ഉത്തരം 80/4 ഈക്വൽ ടു 20 മീറ്റർ. അപ്പൊ പരമാവധി ഉയരം ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നപ്പോ മാക്സിമം ഹൈറ്റ് 20 മീറ്റർ എന്ന് കിട്ടിയത് ജെയുടെ ക്വസ്റ്റ്യനിലെ സ്റ്റാൻഡേർഡ് ആണ് 20 മീറ്റർ. നമുക്ക് അത്രയും 1 മിനിറ്റിന്റെ ഉള്ളിൽ ചെയ്യാൻ പറ്റിയാൽ അത് ജെയുടെ സ്റ്റാൻഡേർഡ് ആയി 20 മീറ്റർ. ഇനി നിങ്ങളോട് റേഞ്ച് ചോദിക്കാം. അപ്പൊ റേഞ്ച് എന്താവും വരിക? r is equal to തീറ്റ 45 ആണ്. 45 ഡിഗ്രി ആണെങ്കിൽ റേഞ്ച് മാക്സിമം ആണെന്ന് നമുക്കറിയാം. ആ ഫോർമുല സോ മീറ്റർ അതിന്റെ റേഞ്ച് 80 മീറ്റർ ആണ്. അതിന്റെ 20 മീറ്റർ. ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്യേണ്ട മനസ്സിലായി. ഈ കൊടുത്ത് സ്റ്റിക്ക് ഉണ്ട്.
ഇപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ ആണോ? സ്റ്റെക്കാണ് സാറേ. സ്റ്റെക്കാണ് സാറേ. പറഞ്ഞോ. ഓക്കെ പറയണേ. ഓക്കെ ആണെന്ന് തോന്നുന്നു. ഓക്കെ ആയി. യെസ്. അപ്പൊ നമ്മൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഇത് പബ്ലിക് എക്സാമിനേഷന് ചോദിച്ച ചോദ്യമാണ്. അപ്പൊ ഈ പരാബോളയുടെ ഇക്വേഷൻ കേൾക്കാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ ആ ഭാഗം പറയാം. പരാബോളയുടെ ഇക്വേഷനും ഈ ഇക്വേഷനും കൂടി കമ്പയർ ചെയ്ത് നമ്മൾ ആംഗിൾ ഓഫ് പ്രൊജക്ഷനും റേഞ്ചും ഹൈറ്റും ഒക്കെ കണ്ടുപിടിക്കേണ്ട ഒരു വലിയ പ്രോബ്ലം ചെയ്തതാണ്. അത് ടെക്സ്റ്റ് ബുക്കിൽ ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടി വേണമെങ്കിൽ മനസ്സിലാക്കി നിങ്ങൾ ചെയ്ത് നോക്കിയതിനു ശേഷം സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ അതിൽ പറഞ്ഞുതരാം. അപ്പോ ആ ഭാഗം നന്നായി ശ്രദ്ധിക്കുക. അപ്പൊ ഇതാണ് മൊത്തം നമ്മളിപ്പോ പ്രൊജക്ടൈൽ മോഷൻ പഠിക്കുമ്പോൾ അറിയേണ്ട ബേസിക് ആയ കാര്യങ്ങൾ. ഫോർമുലകൾ ബൈഹാർട്ട് പഠിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ ഉണ്ടാവുക. ഇനി ഞാൻ ഒറ്റ ചോദ്യം ചെയ്താൽ അത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യം. A ball is projected with initial velocity u is equal to 10 meter per second. A ball is projected with initial velocity 10 meter per second and angle of projection 30 degree. എളുപ്പത്തിലാക്കി തന്നാണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ആയിരുന്നില്ല. Then what is the kinetic energy at maximum height? ഏറ്റവും ഉയരത്തിലെത്തുമ്പോൾ അയാളുടെ കൈനറ്റിക് എനർജി എത്ര? നിങ്ങളോടും ചോദിക്കാൻ വളരെ പോസിബിലിറ്റി ഉള്ള ക്വസ്റ്റ്യൻ. ഏറ്റവും ഉയരത്തിലെത്തുമ്പോൾ ഈ വസ്തുവിന്റെ ആ പന്തിന്റെ കൈനറ്റിക് എനർജി എത്ര? ഇനീഷ്യൽ വെലോസിറ്റി തന്നു, ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ തന്നു, കൈനറ്റിക് എനർജി അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ്. ഏറ്റവും കൂടുതൽ എഴുതിയ ഉത്തരം കുട്ടികള് ഹയസ്റ്റ് പോയിന്റിലെ കൈനറ്റിക് എനർജി 0 എന്ന് എഴുതി. എന്തായിരിക്കും അവരങ്ങനെ എഴുതാനുണ്ടായ ചിന്ത? കുറെ അറിയുന്ന കുട്ടികൾ, പരിചയമുള്ള കുട്ടികൾ, പഠിപ്പുള്ള കുട്ടികൾ. എന്തായിരിക്കും കാരണം? ഹയസ്റ്റ് പോയിന്റിൽ എത്തുമ്പോൾ വെലോസിറ്റി 0 ആണ് എന്ന് അവർ സ്ട്രക്ക് ആവുണ്ടോ? ഇല്ല. അപ്പൊ ഹയസ്റ്റ് പോയിന്റിലെ വെലോസിറ്റി 0 ആണെന്ന് ഒരു തെറ്റായ ധാരണ. അതുകൊണ്ട് കൈനറ്റിക് എനർജിയും 0 ആണെന്ന് പറഞ്ഞു. ഹയസ്റ്റ് പോയിന്റിൽ വെലോസിറ്റി 0 ആകും എപ്പോൾ മാത്രം? നേരെ മുകളിലേക്ക് എറിഞ്ഞാൽ. നേരെ മുകളിലേക്ക് എറിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ തീറ്റ 90 ഡിഗ്രി ആവും. പ്രൊജക്ടൈൽ മോഷനിൽ തീറ്റ 90 ഡിഗ്രി ആണെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. അത് സ്പെഷ്യൽ കേസുകൾ മാത്രമാണ്. ഇവിടെ കൃത്യമായി പറഞ്ഞു തീറ്റ 90 എന്നല്ല 30 ആണ്. അതുകൊണ്ട് ഒരിക്കലും ഹയസ്റ്റ് പോയിന്റിലെ വെലോസിറ്റി 0 അല്ല. ഹയസ്റ്റ് പോയിന്റിൽ എന്ത് വെലോസിറ്റി 0 ആവും? വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി മാത്രമേ 0 ആവൂ. ഹയസ്റ്റ് പോയിന്റിലെ വെലോസിറ്റി ഏതാണ്? അപ്പോ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി അപ്പോഴും ഉണ്ട്. അപ്പൊ ഹയസ്റ്റ് പോയിന്റിലെ കൈനറ്റിക് എനർജി കാണാൻ പറഞ്ഞാൽ ഹയസ്റ്റ് പോയിന്റിലെ വെലോസിറ്റി നിങ്ങൾക്ക് അറിയാം. അപ്പൊ കൈനറ്റിക് എനർജി കാണാനുള്ള ഫോർമുല ഹാഫ് എം വി സ്ക്വയർ ആണ് എപ്പോഴും. ദാറ്റ് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കും? ഹയസ്റ്റ് പോയിന്റില് യു കോസ് തീറ്റ എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ കമ്പോണന്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ വെർട്ടിക്കൽ കമ്പോണന്റ് ഒന്നുമില്ല, യു കോസ് തീറ്റ. അതാണ് വെലോസിറ്റി. അപ്പൊ അതിന്റെ സ്ക്വയർ. ഓക്കെ. അപ്പൊ ഹയസ്റ്റ് പോയിന്റിലെ കൈനറ്റിക് എനർജി ഹാഫ് എം യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. ദാറ്റ്സ് ഈക്വൽ ടു ഹാഫ് എം ഇൻറ്റു എം. മാസ് തന്നിട്ട് ഞാൻ ക്വസ്റ്റ്യനില് എം ഇസ് ഈക്വൽ ടു 1 കിലോഗ്രാം എന്ന് കരുതി എളുപ്പത്തിൽ. സോ ഹാഫ് ഇൻറ്റു 1. ഇത് 100 ഗ്രാം ആയിരുന്നു കേട്ടോ ക്വസ്റ്റ്യൻ പേപ്പറിൽ. ക്രിക്കറ്റ് ബോളിന്റെ ഒക്കെ മാസ് 100 ഗ്രാം ആയിരിക്കും. അപ്പൊ ഞാൻ തൽക്കാലം അതിനെ 1 കിലോഗ്രാം എഴുതി. അപ്പൊ മാസ് നിങ്ങൾ കറക്റ്റ് SI യൂണിറ്റിലാക്കും. ഹാഫ് എം, എമ്മിന്റെ സ്ഥാനത്ത് 1 കിലോഗ്രാം, യു സ്ക്വയർ യു എത്ര 10. അപ്പൊ 100 ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ. കോസ് 30 അതിന്റെ സ്ക്വയർ. ആൻസർ ഈസ് ഹാഫ് ഇൻറ്റു 1 ഇൻറ്റു 100 ഇൻറ്റു കോസ് 30. കോസ് 30 റൂട്ട് 3/2. അപ്പൊ സ്ക്വയർ ചെയ്യുമ്പോൾ 3/4. റൂട്ട് 3/2 ഹോൾ സ്ക്വയർ. ആൻസർ ഈസ് 300
ബൈ 8 ജൂൾ. 1 കിലോഗ്രാം മാസുള്ള ഒരു പന്ത് 10 മീറ്റർ പെർ സെക്കൻഡില് 30 ഡിഗ്രി ചെരിച്ചെറിഞ്ഞാൽ ഏറ്റവും ഉയരത്തിലെത്തുമ്പോൾ അയാളുടെ കൈനറ്റിക് എനർജി 0 പകരം 300/8 ജൂളാണ്. നേരെ മുകളിലേക്ക് എറിഞ്ഞാൽ വെലോസിറ്റി ഹൈയസ്റ്റ് പോയിന്റ് 0 ആണ്, കൈനറ്റിക് എനർജി 0 ആണ്. പക്ഷെ നേരെ മുകളിലേക്ക് അല്ല അറിഞ്ഞത്, 30 ഡിഗ്രി ചെരിച്ചെറിഞ്ഞതാണ്. അപ്പൊ ഇത് നല്ല ഒരു പ്രോബ്ലം നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ളത്, ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കുക. കൈനറ്റിക് എനർജി അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ്. ഇനി മറ്റൊരു ചോദ്യം വീണ്ടും എളുപ്പമുള്ളത് തന്നെയാണ്, ആവർത്തിക്കൊണ്ടിരിക്കുന്ന ചോദ്യം, എൻട്രൻസിന് ചോദിച്ച ചോദ്യം ഇതാണ്. യു വെലോസിറ്റിയിൽ ഒരു വസ്തുവിനെ എറിഞ്ഞു വിചാരിച്ചു, അതൊന്നും ക്വസ്റ്റ്യനിൽ ഇല്ലാട്ടാ. തീറ്റയാണ് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എന്ന് വിചാരിച്ചു. ചോദ്യം ഇതാണ്, ഹയസ്റ്റ് പോയിന്റിലെ വെലോസിറ്റി. അപ്പൊ ഞാൻ പറഞ്ഞു ഹയസ്റ്റ് പോയിന്റിലെ വെലോസിറ്റി ഏതാ? യു കോസ് തീറ്റയാണ് അല്ലെ. ഹയസ്റ്റ് പോയിന്റിൽ ഹൊറിസോണ്ടൽ കമ്പോണന്റ് മാത്രമേ ഉള്ളൂ, അപ്പൊ യു കോസ് തീറ്റ മാത്രമേ വരാൻ പാടുള്ളൂ. ഈ ഹയസ്റ്റ് പോയിന്റിലെ വെലോസിറ്റി ഇനീഷ്യൽ വെലോസിറ്റിയുടെ പകുതിയാണ്. ഇനീഷ്യൽ വെലോസിറ്റി യു ആണ്, അതിന്റെ പകുതിയാണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞു. അപ്പൊ ക്വസ്റ്റ്യനിലെ വാചകം ഞാൻ ഒന്നുകൂടി പറയാം, ഇതൊക്കെ നോട്ട് ബുക്കിലുണ്ട്. ഇഫ് ദ വെലോസിറ്റി ഓഫ് എ പ്രൊജക്ടൈൽ അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ് ഈസ് ഹാഫ് ഓഫ് ഇറ്റ്സ് ഇനീഷ്യൽ വെലോസിറ്റി. ഇഫ് ദ വെലോസിറ്റി ഓഫ് എ പ്രൊജക്ടൈൽ at the highest point is half of its initial velocity, find the angle of projection. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ തീറ്റ കണ്ടുപിടിക്കുക. അപ്പൊ നമ്മളുടെ ഞാൻ എഴുതിയ ഇക്വേഷനിലേക്കാണ് നിങ്ങൾ എഴുതാൻ പറ്റേണ്ടത്. ഹയസ്റ്റ് പോയിന്റിലെ വെലോസിറ്റി എന്ന് പറയുന്നത് യു കോസ് തീറ്റ സമം ഹാഫ് ഓഫ് ദ ഇനീഷ്യൽ വെലോസിറ്റി പറഞ്ഞു. അപ്പൊ യു ആണ് ഇനീഷ്യൽ വെലോസിറ്റി എങ്കിൽ അതിന്റെ പകുതി എത്രയാവും? u/2. ഇത് ഈക്വൽ ആണെന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ തീറ്റ എത്ര? അപ്പൊ നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്യാം, യു ക്യാൻസൽ ചെയ്ത് പോയി. So cos theta is equal to 1/2. Cos എത്രയാ 1/2? Theta is equal to 60 degree. ബൈ ഹാർട്ട് പഠിച്ചോളണം. Cos 0 1, Cos 30 √3/2, Cos 45 1/√2, Cos 60 1/2, Cos 90 0, Cos 120 minus half, Cos 180 minus 1, Cos 270 0, Cos 360 1 എന്നുള്ള ഒരു സൈക്കിൾ ഓർമ്മിച്ചാൽ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. അത് നിങ്ങൾ കൂട്ടുതരുന്നു, കോസും സൈനും ഒക്കെ ഇപ്പൊ പഠിച്ചോളാം. അപ്പൊ കോസ് തീറ്റ ഹാഫ് ആണെങ്കിൽ തീറ്റ 60 ഡിഗ്രിയാണ്. അപ്പൊ നിങ്ങളോട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ക്വസ്റ്റ്യൻ ചോദിക്കാം. 60 ഡിഗ്രിയിൽ ഒരു കല്ല് ചെരിച്ച് എറിഞ്ഞാൽ അതിന്റെ വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ ഹയസ്റ്റ് പോയിന്റിൽ എത്തുമ്പോൾ അതിന്റെ വെലോസിറ്റി എത്രയാവും? 60 ഡിഗ്രിയിൽ എറിഞ്ഞാൽ ഹയസ്റ്റ് പോയിന്റില് ഇനീഷ്യൽ വെലോസിറ്റിയുടെ പകുതിയാവും ഉണ്ടാവുക. അപ്പൊ 20 ആണ് ഇനീഷ്യൽ വെലോസിറ്റി എങ്കിൽ ഹയസ്റ്റ് പോയിന്റിൽ അതിന്റെ പകുതി 10 മീറ്റർ പെർ സെക്കൻഡ് ആവും. എങ്ങനെയാണെങ്കിൽ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ 60 ഡിഗ്രി ആണ്. അപ്പൊ എൻട്രൻസിന് ഈ ഒരൊറ്റ കാര്യത്തിൽ തന്നെ തിരിച്ചും മറിച്ചും ക്വസ്റ്റ്യൻ ഇടും. ഇനീഷ്യൽ വെലോസിറ്റി തന്നു, ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ പറഞ്ഞു, ഹയസ്റ്റ് പോയിന്റിലെ വെലോസിറ്റി അതിന്റെ നേരെ പകുതി. യു കോസ് തീറ്റ ഉണ്ടാതി, യുവിന്റെ സ്ഥാനത്ത് 20, കോസ് തീറ്റയുടെ സ്ഥാനത്ത് കോസ് 60 1/2. അപ്പൊ 20 × 1/2 10. ഇതൊന്നും ചെയ്യാതെ തന്നെ ഉത്തരം എഴുതാൻ പറ്റണം. അപ്പൊ 60 ഡിഗ്രിയിൽ എറിഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റിയുടെ പകുതി ആയിരിക്കും ഹയസ്റ്റ് പോയിന്റിലെ വെലോസിറ്റി. ഇനീഷ്യൽ വെലോസിറ്റിയുടെ പകുതിയാണ് ഹയസ്റ്റ് പോയിന്റിലെ വെലോസിറ്റി എങ്കിൽ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ 60 ഡിഗ്രി ആയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് അറിഞ്ഞാൽ നല്ലത്. അടുത്തൊരു ക്വസ്റ്റ്യൻ. If h is equal to r/4, പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം. If maximum height is equal to 1/4 of the range, horizontal range-ന്റെ 4/1 maximum height എങ്കിൽ what is the angle of projection? Theta is equal to dash. Maximum height of a projectile, അതായത് h, is 1/4 4/1 of the horizontal distance, horizontal range. Then what is angle of projection? ഇതും പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം. ഇതൊക്കെ ചെറുതായിട്ടൊന്ന് അപ്ലിക്കേഷൻ ചെയ്യണം. മറ്റേതൊക്കെ ഫോർമുല നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കുറച്ച് ചോദിച്ചാൽ ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടും. ഇവിടെ നിങ്ങൾ ചെറിയ അപ്ലിക്കേഷൻസ് ചെയ്യാൻ അറിയണം. അപ്പോ പറഞ്ഞ വാചകം മാക്സിമം ഹൈറ്റ് ഈസ് 1/4 ഓഫ് റേഞ്ച് എന്ന് പറഞ്ഞപ്പോൾ h സമം r/4 എന്ന് ഞാൻ എഴുതാൻ പറ്റി. h-ന് പകരം ഇക്വേഷൻ കൊടുക്കുക, u² sin² തീറ്റ ബൈ 2g ബൈ ഹാർട്ട് അറിയണം സമം 1/4 അവിടെ കിടന്നോട്ടെ. r-ന് പകരം u² sin 2 തീറ്റ ബൈ g എന്നറിയണം. ഇവിടുത്തെ u² ഇവിടുത്തെ u² വെട്ടിപ്പോയി, ഇവിടുത്തെ ജിയും വെട്ടിപ്പോയി. ഇനി നോക്കൂ, ഇവിടെ 2 ഇവിടെ 4 2 പ്രാവശ്യം പോയി. sin² തീറ്റ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ കിടന്നോട്ടെ, sin² തീറ്റ. ഇവിടെ ബാക്കി ഒന്നുമില്ല, ഒക്കെ പോയിട്ടാ സമം
സൈൻ 2 തീറ്റ എക്സ്പാൻഷൻ അറിയാം, 2 സൈൻ തീറ്റ കോസ് തീറ്റ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. സൈൻ 2 തീറ്റ ഈസ് 2 സൈൻ തീറ്റ കോസ് തീറ്റ. ഇങ്ങനെ കിട്ടിയിട്ടാണ് നമ്മൾ ഇതിനെ എങ്ങനെ ആക്കിയത്. അപ്പൊ സൈൻ 2 തീറ്റയുടെ പകരം 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ ഇവിടൊക്കെ വെട്ടിയിട്ട് അവസാനം ഉള്ളത് ഒരു 2 മാത്രമേ ഉള്ളൂ, ഒക്കെ വെട്ടിപ്പോയി. അപ്പൊ നോക്കൂ, ഒരു സൈൻ തീറ്റ ക്യാൻസൽ ചെയ്ത് പോകും, ഈ 2ഉം ക്യാൻസൽ ചെയ്ത് പോയി. അപ്പൊ ബാക്കി ഉണ്ടാവുക സിമ്പിൾ, നിങ്ങൾ ചെയ്ത് നോക്കണം. സൈൻ തീറ്റ ഇസിക്കൽ ടു കോസ് തീറ്റ. സൈൻ തീറ്റ ഇസിക്കൽ ടു കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ തീറ്റ ഇസിക്കൽ ടു 45 ഡിഗ്രി. വെരി ഇമ്പോർട്ടന്റ്. ഇത് ഞാൻ നേരത്തെ ഈ കാര്യം മുമ്പ് പറഞ്ഞിരുന്നു. ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ 45 ഡിഗ്രി ആവുമ്പോൾ റേഞ്ച് മാക്സിമം ആവും. ആ സമയത്ത് ഹൈറ്റ് റേഞ്ചിന്റെ 4/1 ആർ മാക്സിന്റെ മാക്സിമം റേഞ്ചിന്റെ 4/1 ആ ഹൈറ്റ്. ഞാൻ നേരത്തെ ക്രിക്കറ്ററുടെ കാര്യം പറഞ്ഞില്ലേ, 100 മീറ്റർ ദൂരത്തേക്ക് പരമാവധി റേഞ്ച് കിട്ടാവുന്ന രൂപത്തിൽ എറിഞ്ഞാൽ എത്ര ഉയരത്തിലെത്തും? 100/4 25 മീറ്റർ r/4. അപ്പൊ എച്ചും ആറും തമ്മിലുള്ള ബന്ധം h=r/4 ആണെങ്കിൽ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ 45 ഡിഗ്രി ആയിരിക്കും. 45 ഡിഗ്രിയാണ് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എങ്കിൽ റേഞ്ച് മാക്സിമം ആയിരിക്കും, അത് u²/g ആയിരിക്കും. ആ സമയത്തുള്ള ഹൈറ്റ് u² sin² 45/2g സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ u²/4g ആയിരിക്കും. ദാറ്റ് ഈസ് ആർ മാക്സിന്റെ 4/1 ആയിരിക്കും. അതാണ് ഇവിടെ കിട്ടിയത്. അപ്പൊ ആ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചിന്തിക്കാനുള്ള കഴിവ് ഉണ്ടായാൽ നല്ലത്. അപ്പൊ ഇങ്ങനത്തെ പ്രോബ്ലം ചോദിക്കും. ഇനി ഡയറക്റ്റ് ആയിട്ട് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും എന്ന് കരുതുന്നു. ഇനി ഇതാ വേറൊരു ചോദ്യം പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങൾക്കറിയാം, ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾ ഉത്തരം പറയും. ഇങ്ങനെ ഒരെണ്ണം പോയി ഇങ്ങനെ ഒരെണ്ണം. ഈ ആംഗിൾ കാണിച്ചു 30 ഡിഗ്രി. ഈ ആംഗിൾ എത്ര? ഇതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. ഇങ്ങനെ കാണിച്ചു, പ്രൊജക്ടൈൽ മോഷന്റെ 2 കല്ലുകൾ എറിഞ്ഞതാണ് കാണിച്ചത്. ഒരാൾ 30 ഡിഗ്രിയിൽ എറിഞ്ഞു, മറ്റേ ആൾ വേറെ ഏതൊരു ആംഗിളിൽ എറിഞ്ഞു. രണ്ടാൾക്കാർ എറിഞ്ഞത് ഒരേ വെലോസിറ്റിയിലാണ്. അങ്ങനെയാണെങ്കിൽ ഈ തീറ്റ എത്ര എന്ന ക്വസ്റ്റ്യൻ. ഒരേ വെലോസിറ്റിയിൽ എറിഞ്ഞു എന്ന് പറയണം. ഇയാളുടെ വെലോസിറ്റിയും യു, ഇയാളുടെ ഇനീഷ്യൽ വെലോസിറ്റി യു. രണ്ടാൾക്കാരുടെ റേഞ്ച് സെയിം അല്ലെ, എത്തിയ സ്ഥലം ആർ സെയിം. ആറ് സെയിം ആണെങ്കിൽ, ഒരേ ഇനീഷ്യൽ വെലോസിറ്റി ആണെങ്കിൽ, രണ്ട് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും? തീറ്റ ആൻഡ് 90 മൈനസ് തീറ്റ. അതിൽ തീറ്റ ഇപ്പൊ തന്നു 30, അപ്പൊ മറ്റേത് എത്രയായിരിക്കും? 90 മൈനസ് 30 ദാറ്റ്സ് ഈക്വൽ ടു 60 ഡിഗ്രി. അപ്പൊ ഇത് എത്രയാ? 60 ഡിഗ്രി എന്ന് എഴുതാൻ പറ്റണം. ഇതും പല പ്രാവശ്യം ആവർത്തിച്ച ക്വസ്റ്റ്യൻ ആണ്. ഒരാൾ രണ്ടാൾക്കാർ റേഞ്ച് സെയിം ആണോ നോക്കുക, കൂട്ടിമുട്ടിയ സ്ഥലം അവസാനത്തുന്ന സ്ഥലം സെയിം ആണോ നോക്കുക. രണ്ടാൾക്കാരും വെലോസിറ്റി ഇനീഷ്യൽ വെലോസിറ്റി സെയിം ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാവണം, അല്ലെങ്കിൽ തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ മറ്റേ 2 ആംഗിളുകൾ തമ്മിലുള്ള ബന്ധം തീറ്റയും 90 മൈനസ് തീറ്റയും. ഒന്ന് കണ്ടാൽ മറ്റേത് 90 മൈനസ് ആ ആംഗിൾ കൊടുത്താണ്. ഇതും പരീക്ഷയ്ക്ക് ആവർത്തിക്കുന്ന ചോദ്യം. ഒരു ചോദ്യം കൂടി ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അത് നിങ്ങൾക്ക് അത്ര എളുപ്പമല്ല, ദഹിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. ശ്രദ്ധിക്കാം, ദഹിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു സാധനം. ഒരു ബിൽഡിംഗ്, ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന്, ഈ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് ഒക്കെ നമുക്ക് ക്വസ്റ്റ്യനിൽ വരുമ്പോൾ പറയാം. ഈ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് എച്ചാണെന്ന് വിചാരിക്കുക, അതൊക്കെ പറയാമെങ്കിൽ എത്രയോ വാല്യൂ. ഇവിടെ നിന്ന് ഒരു കല്ല് ഹൊറിസോണ്ടൽ ആയിട്ട് പ്രൊജക്ട് ചെയ്തു. ഹൊറിസോണ്ടൽ ആയിട്ടാ പ്രൊജക്ട് ചെയ്യണം കേട്ടോ, ശ്രദ്ധിക്കുക. ഹൊറിസോണ്ടൽ ആയിട്ട് പ്രൊജക്ട് ചെയ്തു. ഇവിടുന്ന് ഒരു കല്ല് നേരെ മുകളിലേക്ക് എറിഞ്ഞ കഥ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു. ഇപ്പൊ ഇത് ഹൊറിസോണ്ടൽ ആയിട്ട് അറിയണം. ഇങ്ങനെ വിത്ത് വെലോസിറ്റി യു തന്നിട്ടുണ്ടാവാം, ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പറയാം, എന്തെങ്കിലും ആവട്ടെ. അപ്പൊ യു എന്ന് പറയുന്ന ഒരു ഇനീഷ്യൽ വെലോസിറ്റി എങ്ങനെയാണ് കൊടുത്തത്? ഹൊറിസോണ്ടൽ ആയിട്ടാണ് എറിഞ്ഞത്, ചരിച്ചിട്ടല്ല എറിഞ്ഞത്. തീറ്റ 0 ഡിഗ്രിയാണ്, ചരിക്കാതെ ഹൊറിസോണ്ടൽ ആയിട്ട് എറിഞ്ഞു. എന്റെ ആദ്യത്തെ ചോദ്യം, ഈ പന്തിന്റെ ഈ കല്ലിന്റെ ട്രജക്ടറി എന്തായിരിക്കും? എങ്ങനെയാ ഈ കല്ല് പോവുക? നിങ്ങളൊന്ന് എറിഞ്ഞു നോക്കിയാൽ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ ഒരു കല്ലിങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ട് എറിഞ്ഞാൽ ആ കല്ല് പോവുക ഇങ്ങനെയായിരിക്കും അല്ലെ? ഇതാണ് അയാളുടെ ഇനീഷ്യൽ വെലോസിറ്റി. അതിങ്ങനെ അവസാനം തിരിഞ്ഞ് ഇങ്ങനെ ഇവിടേക്ക് എത്തും. ചോദ്യങ്ങൾ: ഈ ദൂരം കണ്ടുപിടിക്കുക. ബിൽഡിങ്ങിന്റെ അടിയിൽ നിന്ന് എത്ര ദൂരത്താണ് ഇത് എത്തുക എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എത്ര സമയം കഴിഞ്ഞെത്തും, ടൈം ഓഫ് ഫ്ലൈറ്റ് എത്ര. അപ്പൊ പ്രൊജക്ടൈൽ മോഷന്റെ ഒരു പകുതിയാണ് ഈ കണ്ടത്. നേരത്തെ പഠിച്ചത് ഫുള്ള് ഇങ്ങനെ പ്രൊജക്ടൈൽ മോഷൻ ആയിരുന്നു. ഇപ്പൊ ഉയരത്തുനിന്ന് താഴത്തേക്ക് വന്നു, ഹൊറിസോണ്ടൽ ആയിട്ട്. ഇനി കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇയാളുടെ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? 6 ആണ്. ഹൊറിസോണ്ടൽ വെലോസിറ്റി എത്രയാ? u ആണ്. തീറ്റ എത്രയാ? 0. തീറ്റ ഈക്വൽ ടു 0. സോ ഹൊറിസോണ്ടൽ വെലോസിറ്റി ഈക്വൽ ടു u cos 0 അല്ലെ?
ദാറ്റ്സ് ഈക്വൽ ടു കോസ് 0 1 ആണ്, അതുകൊണ്ട് യു. അതുകൊണ്ടാണ് ഹൊറിസോണ്ടൽ ആയിട്ട് എറിഞ്ഞു എന്ന് പറഞ്ഞത്. അപ്പൊ തുടക്കത്തിലെ വെലോസിറ്റി ഹൊറിസോണ്ടൽ ആയിട്ട് മാത്രമേ ഉള്ളൂ. വെർട്ടിക്കലോ, വെർട്ടിക്കൽ വെലോസിറ്റി ഇനീഷ്യൽ വെർട്ടിക്കൽ വെലോസിറ്റി ഇസ് ഈക്വൽ ടു 0. മുകളിലേക്കുള്ള ഒരു കമ്പോണന്റും ഇല്ല. പക്ഷെ എപ്പോഴും അങ്ങനെയാവുമോ? ഹൊറിസോണ്ടൽ മോഷൻ എപ്പോഴും യൂണിഫോം മോഷൻ ആണ്, കാരണം ഗ്രാവിറ്റി ഒന്നുമില്ല. വെർട്ടിക്കൽ മോഷൻ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് കാണാം. ആരാണ് ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ്? ആർ ഈക്വൽ ടു മുമ്പ് പഠിച്ച ഫോർമുല തന്നെ, ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇൻറ്റു ടൈം. ഇവിടേക്ക് എത്താൻ എടുത്ത സമയം ടി ആണെങ്കിൽ ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇപ്പൊ യു തന്നെയാണ്, കാരണം ഹൊറിസോണ്ടൽ ആയിട്ടാണ് എടുത്തത്. സോ യു ടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാമത്തെ ഇക്വേഷൻ. ഇതിൽ ഏതെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ? അപ്പൊ ആർ ഈക്വൽ ടു യു ഇൻറ്റു ടി. ആരാണ് ആർ? ഈ ബിൽഡിങ്ങിന്റെ ഗ്രൗണ്ടിൽ നിന്ന് എത്ര ദൂരത്തേക്കാണ് ഈ കല്ലെത്തുക? യു എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ആയിട്ടുള്ള ഹൊറിസോണ്ടൽ വെലോസിറ്റി. ഈ സമയം കഴിഞ്ഞിട്ടാണ് എത്തിയത്. ഇനി നമുക്ക് അടുത്ത ഇക്വേഷൻ എഴുതാം. ഈ ഹൈറ്റ്, ഇതല്ലേ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ്. ശ്രദ്ധിച്ചോ, ഇവിടെ നിന്ന് ഇവിടേക്കല്ലേ എത്തിയത്. അപ്പൊ ഹൊറിസോണ്ടൽ ആയിട്ട് ഇത്ര ഉണ്ടായി, വെർട്ടിക്കൽ ആയിട്ട് ഇത്ര ഉണ്ടായി. അപ്പൊ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് വെച്ചിട്ടുള്ള ഇക്വേഷൻ എഴുതുമ്പോൾ എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നുള്ള യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷന്റെ ഇക്വേഷൻ എഴുതണം. എസിന്റെ സ്ഥാനത്ത് എച്ച്. എച്ച് എന്ത് ചിഹ്നം കൊടുക്കും നിങ്ങൾ? താഴേക്കാണ് അല്ലെ? താഴേക്കുള്ള ചിഹ്നങ്ങളൊക്കെ നെഗറ്റീവ് ആണ്. സോ മൈനസ് എച്ച് എന്ന് എഴുതിയാൽ നല്ലത്, ഇല്ലെങ്കിൽ വിവരം. മൈനസ് എച്ച് ഈക്വൽ ടു യു. ഇനീഷ്യൽ വെർട്ടിക്കൽ കമ്പോണന്റ് 0 ആണ്, കാരണം ഒക്കെ ഹൊറിസോണ്ടൽ ആയിട്ടാണ് വരുന്നത്. സോ ഇത് 0 ഇൻറ്റു ടി. ഓക്കെ, ഇവിടെ എന്റെ സ്ഥാനത്ത് മൈനസ് ജി വരും, കാരണം ഗ്രാവിറ്റി എപ്പോഴും ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി ആണ്, നെഗറ്റീവ് ആണ്. സോ മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. ഓക്കെ, സോ മൈനസ് എച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ വരും. ഇപ്പൊ നെഗറ്റീവ് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ എച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് ജി ടി സ്ക്വയർ, ഇക്വേഷൻ 2. ഇപ്പൊ കംപ്ലീറ്റ് ആയി. ഈ ഒരു കേസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. NCERT-യിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പ്രൊജക്ടൈൽ മോഷന്റെ കൂടെ. അതുകൊണ്ട് ഇതും കൂടി ചിലപ്പോൾ ചോദിക്കാം. എന്താ പറഞ്ഞത്? ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ഒരു വസ്തുവിനെ ഹൊറിസോണ്ടൽ ആയിട്ട് യു വെലോസിറ്റിയിൽ എറിഞ്ഞു. ബിൽഡിങ്ങിന്റെ ഹൈറ്റ് എച്ച് ആണ്. അത് അവസാനം മണ്ണിൽ വീണത് ബിൽഡിങ്ങിൽ നിന്ന് 6 ദൂരത്താണ് ഹൊറിസോണ്ടൽ ആയിട്ട്. അങ്ങനെയാണെങ്കിൽ അവർ തമ്മിലുള്ള ബന്ധങ്ങൾ ഇത് വെച്ച് നമ്മൾ ചെയ്തു. അപ്പൊ ഇനീഷ്യൽ ഹൊറിസോണ്ടൽ വെലോസിറ്റി യു എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. ഇനീഷ്യൽ വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി, വെർട്ടിക്കലായിട്ട് യാതൊരു വെലോസിറ്റി തുടക്കത്തിലില്ല, അതുകൊണ്ട് 0. ഇത് ആദ്യം മനസ്സിൽ വെക്കുക. ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ഒക്കെ ശരിക്കും 0 ഡിഗ്രി ആണ്. ഇനി ഹൊറിസോണ്ടൽ റേഞ്ചിന് കാണാനുള്ള ഫോർമുല ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇൻറ്റു ടൈം. ഹൊറിസോണ്ടൽ വെലോസിറ്റി യു ഇൻറ്റു ടൈം ടി. ഈ ടി ആണ് ഇത് കല്ല് മണ്ണിലെത്താൻ എടുത്ത സമയം, ഗ്രൗണ്ടിൽ എത്താൻ എടുത്ത സമയം. അപ്പൊ ആർ ഈക്വൽ ടു യു ടി അവിടെ കിടന്നോട്ടെ. ഇനി വെർട്ടിക്കൽ മോഷൻ എടുക്കുകയാണ്. വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് എച്ച് ആണ്. അപ്പൊ എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ടി സ്ക്വയറിൽ എസിന് എച്ച് കൊടുക്കണം. ശ്രദ്ധിക്കണം, താഴേക്കുള്ളതൊക്കെ നെഗറ്റീവ് ആണ്. അപ്പൊ എസ് ഈക്വൽ ടു മൈനസ് എച്ച് കൊടുത്തു. ഇനീഷ്യൽ വെർട്ടിക്കൽ കമ്പോണന്റ് 0 ആയതുകൊണ്ട് ഈ ടേം പോയി. ഇനി എന്റെ സ്ഥാനത്ത് മൈനസ് ജി കൊടുത്തപ്പോൾ മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ വന്നു. മൈനസ് മൈനസ് ക്യാൻസൽ ചെയ്ത് പോയ ഉത്തരം എച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് ജി ടി സ്ക്വയർ. ഈ 2 ഇക്വേഷൻ അറിഞ്ഞാൽ മതി. ഇനി പ്രോബ്ലത്തിലേക്ക് വരാം. ഈ ബിൽഡിങ്ങിന്റെ ഉയരം 25 മീറ്റർ ആണ്. മുമ്പ് ചെയ്തൊരു പ്രോബ്ലം. 25 മീറ്റർ ഉയരത്തുന്ന ഒരു കല്ല് ഞാൻ ഹൊറിസോണ്ടലായി വലിച്ചെറിഞ്ഞു. വിത്ത് വെലോസിറ്റി യു ഇസ് ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ്. ഇതാണ് ചോദ്യം. അപ്പൊ 10 മീറ്റർ പെർ സെക്കൻഡ് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള വെലോസിറ്റി കൊടുത്തുകൊണ്ട് 25 മീറ്റർ ഉയർത്തുന്നുള്ള ഒരു ബിൽഡിങ്ങിനെ എറിഞ്ഞാൽ 2 ചോദ്യങ്ങളാണ്. എവിടെ എത്തും? എത്ര ദൂരത്തെത്തും? അടുത്ത ചോദ്യം എത്ര സമയം കഴിഞ്ഞെത്തും? അതായത് ആറും കാണണം, ടിയും കാണണം. നിങ്ങൾക്ക് അറിയാവുന്നത് ആർ സമയം യു ടി ആണ്. ഇപ്പൊ നിങ്ങൾക്ക് യു അറിയാം, പക്ഷെ ടി അറിയില്ല. അതുകൊണ്ട് ഇവിടെ സോൾവ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് എച്ച് അറിയാം. അപ്പൊ എച്ച് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ടി സ്ക്വയറിനെ കണ്ടുപിടിക്കാം. ഇവിടെ നോക്കുക. സോ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2h by g, or t is equal to root 2h by g. That's equal to root 2 into 25 by 10. ഉത്തരം root 5. 50/10 വരും, root 5 സെക്കൻഡ്. അപ്പൊ ടി ഇവിടുന്ന് കിട്ടി. ടി ഇവിടുന്ന് കിട്ടിയാൽ ആർ ഈക്വൽ ടു എത്ര ദൂരത്ത് പോകും? ആർ ഈക്വൽ ടു യു ഇൻറ്റു ടി. യുവിന്റെ സ്ഥാനത്ത് 10 മീറ്റർ പെർ സെക്കൻഡ് എന്നുണ്ട്. 10 ഇൻറ്റു root 5. ഉത്തരം 10 root 5 മീറ്റർ. നല്ലൊരു പ്രോബ്ലം ആണ്. ചെയ്യാൻ, ദഹിക്കാൻ ഒത്തിരി സമയം എടുക്കും. അത് ദഹിച്ചിട്ട് നമുക്ക് അവസാനിക്കാം. എന്താ ഞാൻ പറഞ്ഞത്? 25 മീറ്റർ ഉയരമുള്ള ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് 10 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ ഒരു കല്ലിനെ ഹൊറിസോണ്ടലായി വലിച്ചെറിഞ്ഞാൽ, പ്രൊജക്ട് ചെയ്താൽ എത്ര സമയം കഴിഞ്ഞ് ഗ്രൗണ്ടിലെത്തും? എത്ര ദൂരത്ത് എത്തും? ആർ എത്ര, ടി എത്ര? കണ്ടുപിടിക്കാൻ ബേസിക് ആയിട്ടുള്ള ഫിസിക്സ് ഇതാണ്. റേഞ്ച് കാണാൻ ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇൻറ്റു ടൈം.
വെർട്ടിക്കൽ ഹൈറ്റ്, വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് കാണാൻ യു സൈൻ തീറ്റ തീറ്റ 0 ഡിഗ്രി ആയതുകൊണ്ട് ഇനീഷ്യൽ വെർട്ടിക്കൽ കമ്പോണന്റ് ഒക്കെ 0 ആയി പോയി. കാരണം തുടക്കത്തിൽ തന്നെ പറഞ്ഞു ഹൊറിസോണ്ടൽ ആയിട്ടാണ് വരുന്നത്. അപ്പൊ ആ യു ടിയുടെ ടേം പോവും, ബാക്കിയുള്ളവർക്ക് -r/t²ഉം എസ്-ന് -h കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഉപദ്രവം നെഗറ്റീവ് കൊണ്ട് ഉണ്ടാവും. അതൊക്കെ ശ്രദ്ധിക്കാം. അപ്പൊ h = ½ gt², സാധാരണയുള്ള 1 ഡയമെൻഷണൽ മോഷന്റെ ഇക്വേഷൻ. അപ്പൊ h = ½ gt²ൽ നിന്ന് t അറിയാം, h തന്നിട്ടുണ്ടെങ്കിൽ h തന്നാൽ t കണ്ടുപിടിക്കാം. ആ t കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ u അറിയാമെങ്കിൽ യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ r. ഇനി r തന്നിട്ടുണ്ടെങ്കിൽ u കണ്ടുപിടിക്കാം. r ഇവിടുന്ന് തന്നിട്ടുണ്ടാവും, ഈ t നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും. അപ്പൊ യുവിനെ കാൽക്കുലേറ്റ് ചെയ്യാം. ചിലപ്പോൾ u ആണ് കണ്ടുപിടിക്കാൻ പറയാ, ചിലപ്പോൾ r ആയിരിക്കും കണ്ടുപിടിക്കാൻ പറയാം. എന്താണെങ്കിലും ഈ ഒരു സിറ്റുവേഷന്റെ കൺസെപ്റ്റ് മനസ്സിലുണ്ടാവും. ഇതൊക്കെ നമ്മൾ നിത്യജീവിതത്തിൽ കാണാൻ പറ്റുന്ന കണ്ടീഷൻസ് ആണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനും കൂടി NCERT-ൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ കൂടി പറയുന്നുണ്ട്. പ്രൊജക്ടൈൽ മോഷന്റെ ഒരു പകുതി ഭാഗമാണ്, ഫുൾ പ്രൊജക്ടൈൽ മോഷന്റെ ഒരു പകുതി അതിലുണ്ട്. അതും കൂടി നിങ്ങൾ പ്രൊജക്ടൈൽ മോഷനിൽ ചേർത്ത് പഠിക്കുക. അപ്പൊ ഇത്രയും പ്രോബ്ലങ്ങളൊക്കെ ചെയ്യുക, പരമാവധി ഫോർമുലകൾ ഡിറൈവ് ചെയ്യാൻ പഠിക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ കുറച്ച് നല്ല സ്റ്റാൻഡേർഡ് ഉള്ള പോർഷനാണ് പ്രൊജക്ടൈൽ മോഷൻ. അതുകൊണ്ടായിരിക്കാം വെക്ടേഴ്സിന്റെ ഭൂരിപക്ഷം ഭാഗത്തിനെയും ഇതിൽ നിങ്ങളിൽ നിന്ന് പേടിപ്പിക്കാണ്ട് വിടാൻ കാരണം. അല്ലെങ്കിൽ വെക്ടേഴ്സ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഭാഗമാണ്. അപ്പൊ അത് ഒഴിവാക്കി തരാൻ, ഫോക്കസ് ഏരിയയിൽ ഒഴിവാക്കി തരാനുണ്ടായ കാരണം പ്രൊജക്ടൈൽ മോഷൻ അത്ര ഈസി ആയിട്ട് നിങ്ങൾ പഠിക്കില്ല, കുറച്ച് നന്നായി മെനക്കെടണം. അപ്പൊ അതുകൊണ്ട് ഈ വീഡിയോ വീണ്ടും ഒന്നുകൂടി കാണുക, പ്രോബ്ലങ്ങൾ ഒന്നുകൂടി ചെയ്യുക, ഡെറിവേഷൻസ് എഴുതി പഠിക്കുക. 100% ഗ്യാരണ്ടി നിങ്ങൾക്ക് 5 മുതൽ 10 വരെ മാർക്ക് ഇതിൽ നിന്നാവും ഉണ്ടാവുക. ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന 10 മാർക്ക് വരികയാണെങ്കിൽ അതിൽ 5 മുതൽ 10 വരെ മാർക്കും ഈ ഭാഗത്തുനിന്ന് പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുന്ന ഒരു ഹെഡിങ്ങിന്റെ അടിയിൽ നിന്ന് കിട്ടും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ബൈ പിരിയാം. വൈഫൈന്റെ ഒക്കെ ചെറിയ പ്രോബ്ലം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അത് എന്റെ റേഞ്ചിന്റെ ഇഷ്യൂ ആയതുകൊണ്ടാണ്, അത് സോൾവബിൾ അല്ല. ഓക്കെ, ഞാൻ വഴിയിൽ പുറത്തു പോയി നിന്നിട്ട് എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റില്ലല്ലോ, ഇവിടെ തന്നെയല്ലേ പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു. താങ്ക് യു, സർ. താങ്ക് യു, സർ. താങ്ക് യു, സർ.